Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. റുപ്പീസ് 3.5 ലാക്ക് ഗോൾഡ് ചെയിൻ 3.5 ലക്ഷം രൂപ വരുന്ന സ്വർണമാല. വെയിറ്റിംഗ് ഫോർ ഓണർ. ഓണർ എന്നാൽ ഉടമസ്ഥനെ കാത്തിരിക്കുകയാണ്. ക്ലൈമെൻസ്. ക്ലൈമെൻ്റ് എന്നാൽ അർത്ഥം അവകാശക്കാരൻ എന്നുള്ള അർത്ഥമാണ്. അവകാശപ്പെടുത്തുവൻ, സ്വത്തിന് വേണ്ടി കേസ് കൊടുക്കുന്നയാൾ, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ അവകാശക്കാരൻ എന്നുള്ള അർത്ഥമാണ്. ക്ലൈമെൻസ് അവകാശക്കാർ, ഇത് എൻ്റേതാണ് എന്ന് പറയുന്ന അവകാശക്കാർ. കൺഫ്യൂസ്ഡ് അവർ ആശയക്കുഴപ്പത്തിലാകുന്നു. വെൻ ആ സമയത്താണ് ആശയക്കുഴപ്പത്തിലാകുന്നത്. വെൻ ആസ്ക്ഡ് ദീസ് ക്വസ്റ്റ്യൻസ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവകാശക്കാർ ഈ സ്വർണ്ണമാല എൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നു. 3.5 ലക്ഷം രൂപ വരുന്ന ഒരു സ്വർണ്ണമാല പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു, വീണു കിട്ടി. അത് എൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ ആശയക്കുഴപ്പത്തിലാകുന്നു. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. തിരുവനന്തപുരം. ദ ഗോൾഡ് ചെയിൻ സ്വർണ്ണമാല വർത്ത് ₹3.5 ലാക്ക്. വർത്ത് എന്നാൽ മൂല്യമുള്ള, 3.5 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണ്ണമാല ഫൗണ്ട് കണ്ടുകിട്ടി. ഇനി ആ ഒരു ടോയ്ലറ്റിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ടോയ്ലറ്റിലാണ് ഈ സ്വർണ്ണമാല കണ്ടെത്തിയത്. ഈ സ്വർണ്ണമാല ഹാസ് അട്രാക്റ്റഡ് എ ഫ്ലഡ് ഓഫ് ക്ലൈമൻസ്. ഫ്ലഡ് ഓഫ് ക്ലൈമൻസ് എന്നാൽ അവകാശവാദികളുടെ ഒഴുക്ക് എന്നുള്ള അർത്ഥമാണ്. ഒരുപാട് അവകാശികൾ അവകാശവാദവുമായി മുന്നോട്ട് വരുന്നു, ഇതാണ് അർത്ഥം. ഒരുപാട് ആളുകൾ ഇത് എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വർണ്ണമാലക്ക് അവകാശികൾ വരുന്നുണ്ട്. അതിനുശേഷം ആഫ്റ്റർ ദ ന്യൂസ് ബ്രോക്ക് ത്രൂ കേരള കൗമുദിയിലൂടെ ഈ ന്യൂസ് പുറത്തുവിട്ടതിന് ശേഷം, അതിനെ തുടർന്ന് അറൗണ്ട് 100 പീപ്പിൾ ഏകദേശം 100ഓളം ആളുകൾ സമീപിച്ചു ദ പോലീസ് ഓൺ മൺഡേ തിങ്കളാഴ്ച ദിവസം. അതിനെ തുടർന്ന് ഏകദേശം 100ഓളം ആളുകൾ പോലീസിനെ സമീപിച്ചു. മൺഡേ അലോൺ എന്നാൽ മാത്രം എന്നുള്ള അർത്ഥമാണ്. തിങ്കളാഴ്ച മാത്രം ഏകദേശം 100ഓളം ആളുകൾ പോലീസിനെ സമീപിച്ചു. ക്ലെയിമിംഗ് ദ ചെയിൻ മാലയുടെ അവകാശവാദം പറഞ്ഞുകൊണ്ട്. ഞായറാഴ്ച മാത്രം ഈ മാലയുടെ അവകാശവാദം പറഞ്ഞുകൊണ്ട് 100ഓളം ആളുകൾ പോലീസിനെ സമീപിച്ചു. ഹവവർ എന്നാൽ നോ വൺ കുഡ് ഒരാൾക്കും സാധിച്ചില്ല. നോ വൺ കുഡ് ടെൽ എന്നാൽ പറയുക, ഒരാൾക്കും പറയാൻ സാധിച്ചില്ല. ദി എക്സാക്ട് കൃത്യമായ. സ്പെസിഫിക് എന്നാൽ ഇവിടെ അർത്ഥം, ഈ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്രത്യേകമായ, വിശിഷ്ടമായ. ഒരു നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ പരിഹാരം, വ്യക്തത, പ്രത്യേക ഗുണങ്ങൾ, സവിശേഷത, ഇതൊക്കെയാണ് അർത്ഥം. എക്സാക്ട് സ്പെസിഫിക്സ് ഓഫ് ദ ചെയിൻ ഈ മാലയുടെ വ്യക്തമായിട്ടുള്ള സവിശേഷതകൾ, ഗുണങ്ങൾ പറയാൻ എന്നാൽ ഒരാൾക്കും സാധിച്ചില്ല. എന്നാൽ തിങ്കളാഴ്ച മാത്രം 100ഓളം ആളുകൾ പോലീസിനെ അവകാശവാദം പറഞ്ഞുകൊണ്ട് സമീപിച്ചു. സബ് ഇൻസ്പെക്ടർ സി ജയൻ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള സി ജയൻ പറഞ്ഞു, മോർ ദാൻ 100 പീപ്പിൾ 100ൽ കൂടുതൽ ആളുകൾ കോണ്ടാക്റ്റഡ് ദ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. ബൈ ഫോണിൽ വിളിച്ചുകൊണ്ട് 100ൽ കൂടുതൽ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. യെസ്റ്റർഡേ അലോൺ ഇന്നലെ മാത്രം 100ൽ കൂടുതൽ ആളുകൾ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് ബന്ധപ്പെട്ടു. ആൻഡ് മെനി ഒരുപാട് ആളുകൾ കെയിം വന്നു ദ കേരള കൗമുദി ന്യൂസ് പേപ്പറുമായി ഒരുപാട് ആളുകൾ വന്നു. ദ കോൾസ് ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള
ഈ കോളുകളെല്ലാം വരുന്നത് കേരളത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. മെയ് ഫോൺ കോൺവെർസേഷൻസ് ബ്രീഫ്ലി ഗിവ് ദ ഐഡിയ. മെയ് ഫോൺ കോൺവെർസേഷൻസ്, മെയ് മാസത്തിലെ സംഭാഷണങ്ങൾ, ഫോൺ കോളുകൾ. ബ്രീഫ്ലി എന്നാൽ ചുരുക്കി. മെയ് മാസത്തിലെ ഫോൺ കോളുകളിൽ നിന്നും ചുരുക്കി ലഭിക്കുന്ന ആശയം ഇതാണ്. ഫോൺ വിളിച്ചുകൊണ്ട് പറയുന്നത് ഇതാണ്: ദ ചെയിൻ ഈസ് മൈൻ. ആ മാല എൻ്റേതാണ്. മൈൻ എന്നാൽ എൻ്റേത്. ഐ വിൽ കം ആൻഡ് ടെൽ യു. ഞാൻ വന്ന് നിങ്ങളോട് പറയും. ദ സ്പെസിഫിക്സ്, പ്രത്യേകതകൾ. ഇൻ പേഴ്സൺ എന്നാൽ നേരിട്ട് വന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ മാലയുടെ വിശദ വിവരങ്ങൾ പറയും. ഇതാണ് മെയ് മാസത്തിൽ നിന്നുള്ള ഫോൺ കോളുകളിൽ നിന്നും ചുരുക്കി ലഭിക്കുന്ന ആശയം. ഇതാണ് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ. മെയ് മാസത്തിലെ ഫോൺ കോളുകളിൽ നിന്നുള്ള സംഭാഷണങ്ങളിൽ നിന്ന് ചുരുക്കി ലഭിക്കുന്ന ആശയം ഇതാണ്: ആ ചെയിൻ എൻ്റേതാണ്. വിശദാംശങ്ങൾ ഞാൻ നേരിട്ട് വന്ന് നിങ്ങളോട് പറയും. സം പീപ്പിൾ, ചില ആളുകൾ. ഈവൻ സെൻഡ് ദ ചെയിൻ ഫോട്ടോ, ചില ആളുകൾ മാലയുടെ ഫോട്ടോ അയക്കുക പോലും ചെയ്തു. വയ വാട്സപ്പ്, വയ എന്നാൽ മാർഗത്തിലൂടെ എന്നുള്ള അർത്ഥമാണ്. വാട്സപ്പ് മുഖേന ചില ആളുകൾ മാലയുടെ ഫോട്ടോ അയക്കുക പോലും ചെയ്തു. ടു ക്ലെയിം ഇറ്റ്, അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട്, ആ മാലയുടെ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട്, അത് വാദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മാലയുടെ ഫോട്ടോ വാട്സപ്പ് മുഖേന അയക്കുക പോലും ചെയ്തു. ബട്ട് എന്നാൽ വേർ അൺസേർട്ടൺ എന്നാൽ നിശ്ചയമില്ലാത്ത എന്നുള്ള അർത്ഥം. പക്ഷെ അവർ തീർച്ചയില്ലാത്തവരായിരുന്നു. വെൻ ആസ്ക്ഡ്, ചോദിച്ച സമയത്ത്, എബൌട്ട് ദ വെയ്റ്റ് ഓഫ് ദ ചെയിൻ, ആ മാലയുടെ തൂക്കം എത്രയാണ് എന്ന് ചോദിച്ച സമയത്ത് അവർ തീർച്ചയില്ലാത്തവരായിരുന്നു, നിശ്ചയമില്ലാത്തവരായിരുന്നു. ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ ലോക്കറ്റ്, ആ മാലയുടെ ലോക്കറ്റിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെ ചോദിച്ച സമയത്ത് അവർ അതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തവരായിരുന്നു. എറ്റ്സെട്ര എന്നാൽ മുതലായ കാര്യങ്ങൾ. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർക്ക് തീർച്ചയില്ലായിരുന്നു, അതിനെപ്പറ്റി നിശ്ചയമില്ലായിരുന്നു. വെൻ ദ ചെയിൻ വാസ് ഫൗണ്ട്, ആ സ്വർണ്ണമാല കണ്ടെത്തിയ സമയത്ത്, ഇറ്റ് വാസ് ഓണർലെസ് എന്നാൽ ഉടമയില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ആ സ്വർണ്ണമാല കണ്ടെത്തിയ സമയത്ത് അതിന് ഉടമയില്ലായിരുന്നു. നൗ, ഇപ്പോൾ, ദ റെയിൽവേ പോലീസ് ആർ സ്ട്രഗിൾ എന്നാൽ പാടുപെടുക, ബുദ്ധിമുട്ടുക. ഇപ്പോൾ റെയിൽവേ പോലീസ് ബുദ്ധിമുട്ടുന്നു. ടു ഫൈൻഡ്, കണ്ടെത്താൻ. ദ റിയൽ ഓണർ, ശരിയായിട്ടുള്ള ഓണറെ കണ്ടെത്താൻ പോലീസ് ഇപ്പോൾ പാടുപെടുന്നു. ഫ്രം സോ മെനി ക്ലെയിംസ്, ഒരുപാട് അവകാശവാദക്കാരിൽ നിന്നും ശരിയായിട്ടുള്ള ഉടമസ്ഥനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോലീസ് ബുദ്ധിമുട്ടുന്നു. ദ പോലീസ് ഫയൽഡ് എ പ്രസ് റിലീസ് എന്നാൽ ഇവിടെ പത്രക്കുറിപ്പ് എന്നുള്ള അർത്ഥമാണ്. പോലീസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കി. ബിക്കോസ്, കാരണം. നോ വൺ കെയിം, ഒരാളും വന്നില്ല. ടു ക്ലെയിം ദ ചെയിൻ, ആ മാലയുടെ അവകാശവാദം പറഞ്ഞുകൊണ്ട് ഒരാളും വന്നില്ല. ഡിസ്പൈറ്റ്, എന്നിട്ട് പോലും. ഡിസ്പൈറ്റ് വെയിറ്റിംഗ് ഫോർ മന്ത്സ്, മാസങ്ങളായിട്ട് കാത്തിരുന്നിട്ട് പോലും ഒരു ആളും മാലയുടെ അവകാശവാദവുമായി വന്നില്ല. ആയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കി. നോ വൺ കെയിം ടു ക്ലെയിം ദ ചെയിൻ എന്നാൽ മാലയുടെ അവകാശവാദം പറഞ്ഞുകൊണ്ട് ആരും വന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഡിസ്പൈറ്റ് വെയിറ്റിംഗ് ഫോർ മന്ത്സ് എന്നാൽ മാസങ്ങളായി കാത്തിരുന്നിട്ട് പോലും. ദ പോലീസ് ആർ സർപ്രൈസ്ഡ്, പോലീസ് ഉദ്യോഗസ്ഥർ ആശ്ചര്യപ്പെട്ടു. ദാറ്റ് ദ ഓണർ, ഉടമസ്ഥൻ, ഹാസ് നോട്ട് യെറ്റ് ഫയൽഡ് എ കംപ്ലൈൻറ്റ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആശ്ചര്യപ്പെട്ടു. കാരണം ഇതുവരെയായിട്ട് ഒരു വ്യക്തിയും, ഒരു ഉടമസ്ഥനും, അതിൻ്റെ ആ മാലയുടെ ഉടമസ്ഥന് ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ഡിസ്പൈറ്റ്, എന്നിട്ട് പോലും. ഡിസ്പൈറ്റ് ലൂസിങ് സച്ച് എ വാല്യുബിൾ ചെയിൻ, വാല്യുബിൾ എന്നാൽ മൂല്യമുള്ള, വില കൂടിയ, അത്രയും വിലപ്പെട്ട മാല നഷ്ടപ്പെട്ടിട്ട്
എന്നിട്ട് പോലും ഇതുവരെ അതിൻ്റെ ഉടമസ്ഥന് ഒരു പരാതി പോലും നൽകിയിട്ടില്ല. അതിനാൽ പോലീസ് ആശ്ചര്യപ്പെട്ടു. ഹാസ് നോട്ട് യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഇതുവരെ ഉടമസ്ഥൻ പരാതി നൽകിയിട്ടില്ല. ഡിസ്പൈറ്റ് ലൂസിങ്, നഷ്ടപ്പെട്ടിട്ട് പോലും. സച്ച് എ വേല്യുബിൾ ചെയിൻ, അത്ര വിലപ്പെട്ട മാല നഷ്ടപ്പെട്ടിട്ട് പോലും. ദ പോലീസ് ബിലീവ്, പോലീസ് വിശ്വസിക്കുന്നത് ഇതാണ്. ദി ഓണേഴ്സ്, ഉടമസ്ഥർ, മേ ഹാവ് ഈതർ നോട്ട് നോട്ടീസ്ഡ് ദ ചെയിൻ ബീങ് ലോസ്റ്റ് ഓർ ആർ നോട്ട് ഷുവർ വേർ ഇറ്റ് വാസ് ലോസ്റ്റ്. പോലീസ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് ഇതാണ്. ആ മാലയുടെ ഉടമസ്ഥൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ അത് എവിടെ വച്ചാണ് അത് നഷ്ടപ്പെട്ടത് എന്ന് തീർച്ചയില്ലായിരിക്കാം. ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. തമ്പാനൂർ റെയിൽവേ പോലീസ് ഇസ് വെയിറ്റിംഗ്, തമ്പാനൂർ റെയിൽവേ പോലീസ് കാത്തിരിക്കുകയാണ്. ഫോർ ദാറ്റ് ലക്കി ലേഡി, ആ ഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീയെ തമ്പാനൂർ പോലീസ് കാത്തിരിക്കുകയാണ്. ഹൂ വിൽ ടെൽ ദ കറക്റ്റ് സ്പെസിഫിക്സ് എന്നാൽ പ്രത്യേകതകൾ, സവിശേഷതകൾ, ആ മാലയുടെ സവിശേഷതകൾ പറയാൻ സാധിക്കുന്ന ആ ഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീക്ക് വേണ്ടിയിട്ട് തമ്പാനൂർ പോലീസ് കാത്തിരിക്കുകയാണ്. വി ആർ ഗെറ്റിംഗ്, ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രീക്വൻറ്റ് ഫോൺ കോൾസ്, ഫ്രീക്വൻറ്റ് എന്നാൽ കൂടെയുള്ള എന്നുള്ള അർത്ഥം. ഇടയ്ക്കിടെ പതിവായിട്ട് ഞങ്ങൾക്ക് ഫോൺ കോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദ റിയൽ ഓണർ ഹാസ് നോട്ട് കോൾഡ് യെറ്റ്, പക്ഷേ ഇതുവരെയായിട്ട് ശരിക്കുള്ള ഉടമസ്ഥൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഹാസ് നോട്ട് കോൾഡ് യെറ്റ് എന്നാൽ ഇതുവരെ വിളിച്ചിട്ടില്ല. ശരിയായിട്ടുള്ള റിയൽ ഓണർ, ശരിക്കുള്ള ഉടമസ്ഥൻ പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് വിളിച്ചിട്ടില്ല. ജയൻ സി, സബ് ഇൻസ്പെക്ടർ, തമ്പാനൂർ റെയിൽവേ പോലീസ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ.